നമ്മളിനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് 2 തിയറംസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എ ഗ്രാഫ് ജി വിത്ത് n വെർട്ടീസസ് n-1 എഡ്ജസ് ആൻഡ് നോ സൈക്കിൾസ് ഈസ് കണക്റ്റഡ് എന്നാണ്. So for that we need to assume a graph with n vertices, n-1 edges and no cycles. And we need to assume that the graph is disconnected. If the graph is disconnected, then it will be divided into two components, g1 and g2. അപ്പോൾ ഈ ഡിസ്കണക്ഷൻ ഓഫ് ഗ്രാഫിന് കാരണമാകുന്ന എഡ്ജിനെയാണ് നമ്മൾ കട്ട് എഡ്ജ് എന്ന് വിളിക്കുക. ആൻഡ് ഈ എഡ്ജ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ g1നും g2നും ഇടയിലേക്ക് വെക്കുകയാണെങ്കിൽ ദെൻ ഇറ്റ് വിൽ എഗെയിൻ ജോയിൻ. ഓക്കെ അല്ലേ? അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ g1 g2 രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ഇവിടെ എക്സാമ്പിൾസ് കാണിച്ചിരിക്കുന്ന പോലെ യുവിൻ്റെയും ബിയിൻ്റെയും ഇടയിലുള്ള ഇ എന്ന് പറഞ്ഞ എഡ്ജാണ് ഡിസ്കണക്റ്റഡ് ആവാനുള്ള റീസൺ എങ്കിൽ നമ്മൾ ആ ഇ എന്ന് പറഞ്ഞ എഡ്ജ് എടുത്ത് വയ്ക്കുമ്പോൾ ഗ്രാഫ് പിന്നീടും എന്താവും, കണക്റ്റഡ് ആയിട്ട് മാറും. സോ അപ്പോൾ ആ കേസിൽ നമുക്ക് കിട്ടുന്നത് ഒരു ട്രീ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എ ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് n-1 എഡ്ജസ് ആൻഡ് നോ സൈക്കിൾസ് ഒരു ട്രീ ആയിരിക്കും. ഒരു ട്രീ കണക്റ്റഡ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. Therefore we can say that a graph G with n vertices, n-1 edges and no cycles is connected. ഇനി നമ്മൾ ലാസ്റ്റത്തെ തിയറം പറയുന്നത് any tree with at least two vertices has at least two pendant vertices. രണ്ട് വേർട്ടീസസ് മാത്രമുള്ളൊരു ട്രീക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് പെൻഡൻറ്റ് വെർട്ടീസസ് എങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തിയറം എന്താണെന്ന് വെച്ചാൽ, പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലെറ്റ് us take a tree T with n vertices. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി, സമ്മേഷൻ ഓഫ് ഡിഗ്രി വിൽ ബി 2e, 2 ഇൻറ്റു എഡ്ജസ് ആയിരിക്കും. n വെർട്ടീസസ് ഉള്ള ഒരു ട്രീയുടെ എഡ്ജസ് n-1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു n-1. ആക്ച്വലി ഈ n നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് 1 മാത്രം പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ഇൻറ്റു 1-1 നമുക്ക് എന്ത് വരും, ഡിഗ്രി 0 വരും. ദാറ്റ് മീൻസ് ദ ഗ്രാഫ് വിൽ ബി ഡിസ്കണക്റ്റഡ്, അതായത് ഒരു ട്രീ ആവില്ല. Therefore there must be at least two pendant vertices. അതാണ് ഇതിൻ്റെ പ്രൂഫ്. അതായത് ഒരു ഗ്രാഫ് ഉണ്ട്, അതിന് n വെർട്ടീസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2e ആയിരിക്കും. കാരണം എഡ്ജസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു n-1 ആയിരിക്കും. ആക്ച്വലി n നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് 1 വരാനായിട്ട് പറ്റില്ല. ബിക്കോസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഗ്രി 0 ആയിരിക്കും. ഡിഗ്രി 0 ആണെന്ന് വെച്ചാൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്നാണ് അർത്ഥം. Therefore there must be at least two pendant vertices. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഡിസ്റ്റൻസ് ആൻഡ് സെൻറ്റേഴ്സ് ഓഫ് എ ട്രീ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഡിസ്റ്റൻസ് ഓഫ് എ ട്രീ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ എനി ടു വെർട്ടീസസ്. ഒരു ഗ്രാഫിലെ ഏതെങ്കിലും രണ്ട് വെർട്ടീസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് v1 v5. v1ൽ നിന്ന് v5ലേക്ക് നമ്മൾ v2 v3 v4 വഴി പോവുകയാണെങ്കിൽ 3 പാർട്സ് മതി. പക്ഷേ v1ൽ നിന്ന് v7 v6 v5 പോയാലും 3 പാർട്സ് മതി. പിന്നെ v1 v2 v6 v5 അങ്ങനെ പോകുമ്പോൾ 4 പാർട്സ് വരും. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 3 ആണ്. 3 എഡ്ജസ് വെച്ചിട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. അടുത്ത ഡിസ്റ്റൻസ് ഓഫ് v3 ടു v3 എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് ആണ് ഡിഗ്രി ഓഫ് v1 ടു v6. v1 ടു v6 എന്ന് പറഞ്ഞാൽ v1 v7 v6 അങ്ങനെ നോക്കുമ്പോൾ 2 എഡ്ജ് മതി. അത് കഴിഞ്ഞ് v1 v2 v3 v4 v5 v6. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 5 ആവും. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് ഡിഗ്രി 2. ബാക്കി ഏതൊക്കെ ഡയഗണൽസ് വഴിയൊക്കെ വന്നാലും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ഇനിയിപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. യുവിൽ നിന്ന് വിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് u, v 1 2 3 4 എഡ്ജസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ദം.